സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന വാദവുമായി പൊതുവിതരണ മന്ത്രി GR അനിൽ ഇന്ന് നിയമസഭയിലെത്തി. അയൽ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ അവശ്യ സാധനങ്ങൾക്ക് വിലക്കുറവാണെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും വില കുത്തനെ ഉയരുമ്പോൾ വില നിയന്ത്രിക്കാൻ സർക്കാർ വിപണിയിൽ ഇടപെടുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്കിൽ ഇങ്ങനെയാണ്: കേരളത്തിലുള്ള വിലക്കയറ്റത്തിൻ്റെ തോത് 5.47% കർണാടകയിൽ 6.11%, ആന്ധ്രാപ്രദേശിലത് 5.87%, തെലങ്കാനയിൽ 5.97%, കേരളത്തിൽ അത് 5.47%. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമാണ് കേരളത്തിലുള്ളത് എന്ന് സമർത്ഥിക്കാനാണ് ഭക്ഷ്യമന്ത്രി ശ്രമിച്ചത്. പക്ഷേ അപ്പോഴും സിവിൽ സപ്ലൈകോയിൽ സാധനങ്ങളില്ല, പഞ്ചസാരയടക്കമുള്ള അവശ്യ സാധനങ്ങളില്ല എന്ന കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. നോക്കൂ, സിവിൽ സപ്ലൈസ് വകുപ്പ് തന്നെ പറയുന്ന ചില കണക്കുകളുണ്ട്. കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ള തുകയുടെ കണക്കും പ്രേക്ഷകർ അറിയണം. കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ നട്ടം തിരിയുമ്പോൾ സംസ്ഥാന സർക്കാരുടെ കയ്യിൽ നയാ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നത് കൂടി നോക്കൂ. നെല്ല് സംഭരിച്ചതിൽ നൽകാനുള്ളത് 1079 കോടി രൂപയാണ് കേന്ദ്രം. ഗ്രാൻറ്റുകളിൽ 13,000 കോടി രൂപയുടെ കുറവുണ്ട്. ആരോഗ്യ മിഷന് കേന്ദ്ര വിഹിതമില്ല, നഷ്ടം 1000 കോടി. കടമെടുപ്പിലുണ്ടായ കുറവ് നിലവിൽ 19,000 കോടി രൂപ. കിഫ്ബി കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ പ്രതിവർഷ നഷ്ടം 12,500 കോടി രൂപ. ഇതാണ് സംസ്ഥാനത്തിൻ്റെ കേന്ദ്രവുമായിട്ടുള്ള സാമ്പത്തിക ബന്ധത്തിൻ്റെ ഒടുവിലത്തെ ചിത്രം. അതേസമയം സംസ്ഥാന സർക്കാരിലെ ധനവകുപ്പ് കൃഷി മന്ത്രാലയത്തിനും ഭക്ഷ്യവകുപ്പിനും നൽകാനുള്ളത് എത്ര രൂപയാണ്? 500 കോടിയിലേറെ രൂപ കൃഷി വകുപ്പിന് മാത്രം നൽകാനുണ്ട് കേരളത്തിലെ ധനമന്ത്രി. അതേസമയം ഭക്ഷ്യവകുപ്പിൻ്റെ കണക്ക് നോക്കൂ. സബ്സിഡി ഇനത്തിൽ സിവിൽ സപ്ലൈ വകുപ്പ് നൽകിയതിൽ 1,200 കോടി രൂപ ധനവകുപ്പ് ഇതുവരെയും നൽകിയിട്ടില്ല. ഉച്ചഭക്ഷണ പദ്ധതിയിൽ 150 കോടി രൂപ ധനവകുപ്പ് സിവിൽ സപ്ലൈകോയ്ക്ക് നൽകിയിട്ടില്ല. നെല്ല് സംഭരണത്തിൽ 900 കോടി നൽകിയിട്ടില്ല. ആകെ 2,650 കോടി രൂപ സംസ്ഥാനത്തെ സിവിൽ സപ്ലൈ വകുപ്പ് കടത്തിലാണ്, അഥവാ സംസ്ഥാന സർക്കാർ കൊടുക്കാനുണ്ട്. ഈ ഘട്ടത്തിൽ സാധാരണക്കാരൻ എന്തു ചെയ്യണം? നമുക്കിപ്പം പ്രതിനിധികളായി കോൺഗ്രസിൽ നിന്നും അനിലക്കര, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് ജയസൂര്യൻ, CPMൽ നിന്നും അഡ്വക്കേറ്റ് K അനിൽകുമാർ, സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് എന്നിവർ ചേരുന്നു. എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് ഈവനിങ് ടു ആൾ. ആദ്യം അഡ്വക്കേറ്റ് K അനിൽകുമാറിലേക്ക്. അഡ്വക്കേറ്റ് K അനിൽകുമാർ, സിവിൽ സപ്ലൈകോയുടെ 50-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ. സിവിൽ സപ്ലൈകോയുടെ അവശ്യ സാധനങ്ങളുടെ റാക്കുകളിൽ തിരഞ്ഞാൽ ഒരു സാധനവുമില്ല. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സിവിൽ സപ്ലൈകോയെ കൊന്നു കുഴിച്ചു മൂടിയതിൻ്റെ വാർഷികമാണോ ഈ 50-ാം വാർഷികമായി ആഘോഷിക്കാൻ പോകുന്നത് സർക്കാർ? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിച്ചതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യമാണ് ഗവൺമെൻറ് കാലത്താണ്. കേരളത്തിലെ മാവേലി സ്റ്റോറുകൾ ആരംഭിച്ചപ്പോൾ അതിന് ബദലായി വാമന സ്റ്റോറുകൾ ആരംഭിച്ച പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. K കരുണാകരനാണ് വാമന സ്റ്റോറുകളുടെ ഉദ്ഘാടനം നടത്തിയത്. അപ്പം എങ്ങനെയാണ് കേരളത്തിലെ പൊതുഭരണ സമ്പ്രദായത്തോട് കോൺഗ്രസ് എടുത്ത സമീപനം എന്നത് മറന്നു പോകരുത്. ഇന്ന് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തലം ഈ കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നതും ഭക്ഷ്യപരമായി തകർക്കുന്നതുമാണ്. 1960കളിൽ നടന്ന ഭക്ഷ്യസമരത്തിലൂടെ നാണ്യവിളകളേറെ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൽ ആവശ്യത്തിന് അരി തരാം എന്ന് കേന്ദ്ര സർക്കാരുമായി കരാറുണ്ടായി. അത് ഗവർണർ ഭരണമുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ നടന്ന ഭക്ഷ്യസമരത്തെ തുടർന്നാണ്. കേരള റേഷനിങ് ഓർഡറിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പക്ഷെ അതിനുശേഷം കേന്ദ്രം എന്താ ചെയ്തത്? കേരളത്തിന് ലഭ്യമാകേണ്ട അരി, കേന്ദ്രം നൽകേണ്ട അരി പടിപടിയായി കുറച്ചുകൊണ്ടുവന്നു. മാത്രമല്ല, ഇന്ന് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന മാനദണ്ഡങ്ങളുടെ പട്ടിണി സൂചിക വെച്ചാൽ കേരളത്തിൽ പട്ടിണിയേ ഇല്ല. 50,000 പേര് കൂടി പട്ടിണിയിൽ നിന്ന് മോചിതമായാൽ കേരളത്തിൽ ആർക്കും ഇനി അരി കൊടുക്കണ്ട എന്ന സമീപനമാണ് കേന്ദ്രം എടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മുൻഗണനാക്രമത്തിൽ കൊടുക്കേണ്ട കുറച്ച് കാർഡുകൾ கிடைച്ചാൽ ബാക്കി മുഴുവൻ കാര്യങ്ങൾക്കും കേരളം പണം മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ റേഷൻ കടകളിൽ അരി വിതരണം ചെയ്യുന്നതിന് വേണ്ടി വിവിധയിനം കാർഡുകൾക്ക് സംസ്ഥാന സർക്കാർ എത്ര കോടി രൂപ അധികമായി ഈ മോദി സർക്കാരിൻ്റെ പ്രവർത്തന ഫലമായി ചെലവഴിക്കേണ്ടി വന്നു എന്ന കാര്യം നാം മറന്നു പോകരുത്.
രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു നിമിഷം തൃശ്ശൂരിൽ ഭാരത് റൈസ് നമുക്കതിനകത്ത് സംശയങ്ങൾ ചോദിച്ചു പോകാം. അതുകൊണ്ടാണ് വ്യക്തത വരുത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ബീമാരു സ്റ്റേറ്റുകൾക്ക് ഭക്ഷ്യവിഹിതം കൊടുക്കുന്നത് പോലെയല്ലല്ലോ കേരളം അടക്കം കൊടുക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങളുടെ ഒരു മാനദണ്ഡമുണ്ട്. പട്ടിണി കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ അരി കൊടുക്കണം. കേരളം സ്വയം പര്യാപ്തമായി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കേരളം പട്ടിണിയിൽ നിന്ന് മോചിതമാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന് കൊടുക്കേണ്ട വിഹിതത്തിൽ കുറവ് വരുന്നു എന്നതാണ് കേന്ദ്രത്തിന്റെ ന്യായം. അവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്താണ് പ്രശ്നം? നമ്മുടെ കേരളം എന്ന് പറയുന്നത് നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ നാണ്യവിളകളുടെ കയറ്റുമതിയുടെ വരുമാനം കിട്ടുന്ന എവിടേക്കാണ്? നാണ്യവിളകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് എന്താ വരുമാനം? അതുകൊണ്ട് തന്നെയാണ് നാണ്യവിളകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും നെൽകൃഷി കുറയുകയും ചെയ്ത കേരളത്തിൽ നാണ്യവിളകളുടെ സംരക്ഷണത്തിന്, തോട്ടങ്ങളുടെ സംരക്ഷണത്തിന് അതിൻ്റെ ആനുകൂല്യമെടുക്കുന്ന ഇന്ത്യ സർക്കാർ കേരളത്തെ സഹായിക്കണം എന്ന ഒരു പരസ്പര തീരുമാനമുണ്ടല്ലോ. നമുക്ക് ആന്ധ്രയിൽ പോയി അരി വാങ്ങിക്കാൻ വെച്ചാൽ അരിയുടെ വില എത്രയാണ്? ഇപ്പം മോദി സർക്കാർ ഈ 4 മാസം മുമ്പ് ചെയ്ത കാര്യം എന്താണ്? സപ്ലൈകോയ്ക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റുമോ? കേന്ദ്ര സർക്കാർ ടെൻഡർ വിളിക്കുന്നു. SI ഗോഡൗണിലെ അരി അവർ വിൽക്കാൻ വേണ്ടി ടെൻഡർ വിളിക്കുന്നു. ടെൻഡർ വിളിക്കുമ്പോൾ ഇന്നലെ വരെ സപ്ലൈകോയ്ക്ക് പങ്കെടുക്കാമായിരുന്നു. ഇപ്പം സപ്ലൈകോയ്ക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. സപ്ലൈകോയ്ക്ക് അരി കിട്ടത്തില്ല. പിന്നെ അരി എന്ത് ചെയ്യണം? ഉയർന്ന വില കൊടുത്ത് വാങ്ങിച്ചിട്ട് വില കുറച്ച് കേരളം വിൽക്കണം. അതാണ് റൈസ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഭാരത് റൈസ് കിട്ടുമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ് ഭാരത് റൈസ് എന്ന് പറയുന്നത് കിട്ടാക്കനിയായി തീർന്നു. അപ്പോൾ സപ്ലൈകോയെ ആര് തകർക്കുമെന്ന് ചോദിച്ചാൽ സപ്ലൈകോയെ മാത്രമല്ല, ഇങ്ങനെ പൊതുവിതരണ ശൃംഖലയെല്ലാം തകർക്കുക എന്നൊരു നയമാണ് ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. ശരി, ഞാൻ അതിലേക്ക് വരാം. വിശദമായ മറുപടി എനിക്ക് വേണം. ജയസൂര്യൻ, ഞാൻ അങ്ങയിലേക്ക് കൂടി വരാം. പക്ഷേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇന്നിപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് സിവിൽ സപ്ലൈകോയുടെ വിഷയത്തോടൊപ്പം തന്നെ ഈ വിലവർദ്ധനവിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നാളെ ഒരു ഗഡു നിങ്ങൾ പെൻഷൻ കൊടുക്കാൻ പോകുന്നു. 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക ബാക്കിയുണ്ട്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഈ സാധാരണ പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ 1 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്താൽ അതെങ്ങനെ അവർക്ക് ജീവിതം മുന്നിലേക്ക് പോകും? നട്ടം തിരിഞ്ഞിരിക്കുമ്പോഴാണ് തക്കാളിക്ക് വില കൂടുന്നത് 60, മുരിങ്ങയ്ക്കയുടെ വില കൂടുന്നത് 120, ബീൻസിനും ഉള്ളിക്കുമൊക്കെ വില കൂടുന്നത്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വില കൂടുന്നു. ഇനി ഓണം വരാൻ പോകുന്നു. അപ്പോൾ അനിൽകുമാർ, സാധാരണക്കാരൻ്റെ മുന്നിൽ എന്താ മാർഗം? അവൻ്റെ മുന്നിൽ സിവിൽ സപ്ലൈകോയും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമേ ഉള്ളൂ. നരേന്ദ്രമോദിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും കേന്ദ്രത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയൊക്കെ ഒരുപാട് ദൂരെയാണ്. അപ്പോൾ സ്വാഭാവികമായും വിമർശനം നിങ്ങൾക്കെതിരെ തിരിയും. അതെ, വിമർശനം കേൾക്കുന്നതിനും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നതിനും സർക്കാർ പരമാവധി ശ്രമിക്കുന്നതുമാണ്. ബഹുമാനപ്പെട്ട അരുൺ മനസ്സിലാക്കേണ്ടത്, പിണറായി സർക്കാർ അധികാരമേറ്റിട്ട് ഇപ്പോൾ 98 മാസമായി. 1-2 പിണറായി സർക്കാർ, 12 96 2 98. ഈ സർക്കാർ 110ാമത്തെ ഗഡുവിൻ്റെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. 110ാമത്തെ ഗഡുവാണ്. 98 മാസം പ്രായമുള്ളൊരു സർക്കാർ 110 ഗഡു എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കേണ്ടി വന്നു? അപ്പോൾ പെൻഷനെ വർദ്ധിതമായ രീതിയിൽ കുടിശ്ശികയാക്കിയത് മുൻ സർക്കാർ, ഒന്നാമത്തെ കാര്യം. ഈ സർക്കാരാവട്ടെ അന്നത്തെ 600 എന്നുള്ളത് 1600 ആക്കിയിട്ടാണ് ഈ ബാധ്യത മുഴുവൻ പേറിക്കൊണ്ടിരിക്കുന്നത്. അത് ബാധ്യതയല്ല, ഇവിടുത്തെ സാധാരണക്കാരോടൊപ്പം നിൽക്കാൻ നിൽക്കുന്നതാണ്. ഇനി സപ്ലൈകോയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ഇഷ്യൂ എന്താണ്? നമുക്കറിയാമല്ലോ, കേരളത്തിലെ പാടശേഖരങ്ങളിൽ നെല്ലെടുക്കണമെങ്കിൽ ഒരു വർഷം എത്ര കോടി രൂപ വേണ്ടി വരും? ഒരു 4000 കോടി രൂപ വേണ്ടി വരും. നമുക്ക് കണക്കാക്കാം. ആ 4000 കോടി രൂപയുടെ ഒരു 90% കേന്ദ്രം അഡ്വാൻസ് ചെയ്യട്ടെ. ആ പണം കൊണ്ട് കൃഷിക്കാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗം അതിൻ്റെ കണക്കുമെല്ലാം കൊടുത്ത് നെല്ല് കുത്തി അരിയാക്കി വിറ്റിട്ട് കേന്ദ്രത്തിന് കണക്ക് കൊടുക്കും, ബാക്കി കാശ് തന്നാൽ മതി. കേന്ദ്രം ഇപ്പം എന്താ ചെയ്യുന്നത്? കേന്ദ്രം ചെയ്യുന്നത് നെല്ല് കുത്തി അരിയാക്കിയിട്ട് കണക്ക് കൊടുത്താലേ പണം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നെല്ലെടുത്തിട്ട് 8 മാസം കഴിഞ്ഞാൽ കേന്ദ്രത്തിന് ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ അറിയാമോ അനിൽകുമാർ? 1490 കോടി രൂപയാണ് സപ്ലൈകോ ബാങ്കിന് കൊടുക്കാനുള്ളത്. 1490 കോടി നെൽകർഷകർക്ക്. അവിടെയാണ് അത് അങ്ങ് പറയാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. കാരണം എന്താണെന്നറിയോ? ഈ ബാങ്കുകൾക്ക് 1079 ആക്കണ്ട, ഒരു 3000 കോടി രൂപയുടെ കടമെടുത്തേക്കാം. എല്ലാവർക്കും ഉടനെ നെല്ലിൻ്റെ വില കൊടുത്തേക്കാം. എന്താ 3000 കോടി രൂപയുടെ കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റാത്തത്? ഒരു വർഷം 4000 കോടി രൂപ നെല്ലിന് വില വേണം. ശരി, കൃഷിക്കാർക്ക് രൊക്കം കൊടുക്കാൻ വേണ്ടി 4000 കടമെടുത്തേക്കാം, പലിശ കൊടുത്താൽ മതിയല്ലോ. സംസ്ഥാന സർക്കാർ തയ്യാറാണ്. പക്ഷെ കേന്ദ്രം എന്താ ചെയ്യുന്നത്? കേന്ദ്രം കൊടുക്കേണ്ട പണത്തിന് നിങ്ങൾ അഡ്വാൻസ് ചെയ്താൽ നിങ്ങളുടെ ബഡ്ജറ്റിന് പുറത്തുള്ള കടം അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേന്ദ്രം വെട്ടിയിരിക്കുകയാണ്.
പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ലോജിക്കൽ ഒരു ആർഗ്യുമെന്റുമാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ആർഗ്യുമെന്റാണ്. എനിക്ക് തോന്നുന്നു ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. അനിലക്കരെ നോക്കൂ, അനിൽകുമാർ കണക്കുകൾ നിരത്തി പറയുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ശ്രമിച്ചത് എന്താണ്? നമ്മുടെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിലക്കുറവുള്ള സംസ്ഥാനം കേരളമാണ്. ശരിയാണ്, ദേശീയ വ്യാപകമായി തന്നെ പച്ചക്കറികൾക്കും സാധനങ്ങൾക്കും വില കൂടി നിൽക്കുന്നു. നാഷണൽ ഇൻഫ്ലേഷൻ റേറ്റിനേക്കാൾ കുറവാണ് കേരളത്തിൻ്റെത്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ളത് കേരളമാണ് എന്നുള്ളത് കണക്കുകൾ നിരത്തി പറയുന്നു. നിങ്ങൾ ഭരിക്കുന്ന കർണാടകയിലെ കണക്ക് എത്രയാണെന്നറിയാമോ? 6.11. ഇപ്പോൾ കേരളത്തിൻ്റെ കണക്ക് എത്രയാണെന്നറിയാമോ? 5.47. പിന്നീട് എന്താണ് വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരനെ കേൾക്കുന്നില്ല എന്ന് പറയുന്നത്? പറയേണ്ടത് കർണാടകയിലാണ് സാർ. അല്ലെ, കർണാടകയിലെ വിലക്കയറ്റത്തിൻ്റെ ശതമാനത്തിൻ്റെ കണക്കാണ് മന്ത്രി പറഞ്ഞത്. ഇവിടെ 60 രൂപയ്ക്ക് വിൽക്കുന്ന തക്കാളി, ആ തക്കാളി കർണാടകയിൽ വിറ്റിരുന്നത് എത്രയ്ക്കാണ്, ഇപ്പോൾ വിൽക്കുന്നത് എത്രയ്ക്കാണ് എന്ന് നോക്കിയാൽ അതിൻ്റെ ശതമാനത്തിൻ്റെ കണക്ക് മനസ്സിലാക്കാൻ കഴിയും. മൈസൂരിലെ മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലെയും ഒട്ടൻചിത്രത്തിലെയും മാർക്കറ്റിൽ നിന്നുമാണ്, തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും മാർക്കറ്റിൽ നിന്നാണ് കേരളത്തിലേക്ക് ഈ പച്ചക്കറികൾ മുഴുവൻ വരുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായും അവിടെ കുറഞ്ഞ നിരക്കിൽ നിന്നിരുന്ന സാധനത്തിന് അല്പം വില കൂടിയപ്പോൾ അതിൻ്റെ ശതമാനത്തിൻ്റെ കണക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ടാകാം. പക്ഷെ ഇവിടുത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ 60 രൂപയിൽ നിന്നും ഒരു ഘട്ടത്തിൽ 100 രൂപയ്ക്കൊക്കെ തക്കാളി പോയൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ശതമാന കണക്ക് വെച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ സംസാരം നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ കേരളത്തിലെ സാധാരണക്കാരായ എൻ്റെ ആണെങ്കിലും അരുണിൻ്റെ ആണെങ്കിലും വീടുകളിലൊക്കെ വൈകുന്നേരവും രാവിലെയും ഉച്ചയ്ക്കും ഈ ശതമാനത്തിൻ്റെ കണക്ക് പറഞ്ഞിരുന്നാൽ നമ്മുടെ പ്ലേറ്റിൽ അരിയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളും വരില്ലല്ലോ. അപ്പോൾ അതിന് പ്രായോഗികമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അവിടെയാണ് ചോദിക്കുന്നത്, ആ അരി കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചപ്പോൾ നിങ്ങളൊരു അക്ഷരം മിണ്ടിയോ കമാന്ന്? അല്ല, അതൊക്കെ രാഷ്ട്രീയമായി ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. കേന്ദ്രത്തിനെതിരായുള്ള സമരവും കേന്ദ്രം അരി വെട്ടിക്കുറച്ചപ്പോൾ ഉണ്ടായ വിഷയത്തിലൊക്കെ ഞങ്ങളൊക്കെ സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രവുമായി ഏറ്റവും കൂടുതൽ ചങ്ങാത്തം ആർക്കാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാത്തതിൻ്റെ ഒരു രാഷ്ട്രീയമായ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അതിനൊക്കെ കൃത്യമായ ധാരയുമായി പോകുന്ന ആളുകളാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ്? കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ സാമ്പത്തിക മേഖല ഉണ്ടായ തകർച്ച, കാർഷിക മേഖലയിൽ ഒരുപാട് പദ്ധതികൾ, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി. ഒന്നും വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. സമ്പൂർണ്ണമായി സ്വാശ്രയത്വം പച്ചക്കറി മേഖലയിൽ കൈവരിക്കാൻ വേണ്ടി നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കി. എന്തിനേറെ സെക്രട്ടേറിയറ്റ് വളപ്പിൽ പോലും ഓണത്തിന് കിട്ടാൻ കഴിയുന്ന രീതിയിൽ പച്ചക്കറി നടാൻ തീരുമാനിച്ചു. പക്ഷേ 60 ദിവസം മുമ്പാണ്, ഓണത്തിന് 60 ദിവസം മുമ്പാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെക്രട്ടേറിയറ്റിലെ വളപ്പിൽ പച്ചക്കറി നട്ടത്. 90-110 ദിവസം വരുന്ന പച്ചക്കറികളിൽ ചീര ഒഴിച്ചൊന്നും കിട്ടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അതുപോലെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ രീതിയിൽ ഇരിപ്പൂ കൃഷി, ഒറ്റപ്പൂ കൃഷി ചെയ്യുന്ന തൃശ്ശൂരിലെ കോൾപ്പാടങ്ങളിൽ ഡബിൾ കോൾ എന്ന് പറഞ്ഞുകൊണ്ട് കോടാനുകോടി രൂപ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്കി. ഒന്നും സംഭവിച്ചില്ല. ഇറക്കിയ രണ്ടാമത്തെ വിള നഷ്ടപ്പെട്ടു പോയി എന്നതാണ് യാഥാർത്ഥ്യം. കരനെൽകൃഷിയുമായി ബന്ധപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാം. ഒരു മണി പോലും കൊയ്യാൻ പറ്റാതിരുന്ന സാഹചര്യം. അതിനേക്കാൾ ഭീകരമാണ് കേരളത്തിലെ മുഴുവൻ നെൽകൃഷിക്കാർക്കും റോയൽറ്റി നൽകും എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിക്കാരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. എത്ര ആൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു? അപ്പോൾ കഴിഞ്ഞ 5 വർഷമായി കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയ മുഴുവൻ പദ്ധതികളും പൊളിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് താങ്കൾ വട്ടവടയിലെ കാര്യം പറഞ്ഞല്ലോ. കൃഷി വകുപ്പിന് കൊടുക്കേണ്ട പണം, അതിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് വായ്പ കിട്ടേണ്ട പണം, ഇത് തമ്മിലൊരു വലിയ അന്തരമുണ്ട്. നമ്മുടെ മുന്നിൽ കണക്കുണ്ടല്ലോ. ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് 790 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല. നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 500 കോടി രൂപ കൃഷി വകുപ്പിന് കൊടുത്തിട്ടില്ല സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ കേന്ദ്രം നൽകാനുള്ള തുക വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തുകയെക്കുറിച്ച് നിങ്ങളൊരക്ഷരം മിണ്ടുന്നില്ല. കേരളത്തിൽ എവിടെയാണ് സാർ സ്വന്തമായിട്ടുള്ള വരുമാനം? തനത് നികുതി വരുമാനത്തിൽ 60% വർധനയുണ്ടായെന്ന് ധനമന്ത്രി പറയുന്നു. അല്ല, കേന്ദ്ര സർക്കാരിൻ്റെ നയത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിനും ഈ വിഷയത്തിൽ തുല്യ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് എത്രയോ തവണ നിയമസഭയിലും മറ്റും പറഞ്ഞു. GSTയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് തരാനുള്ള പണം തിരിച്ചു പിടിക്കേണ്ട കാര്യത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഇത് എത്ര നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേന്ദ്രം കൊടുത്ത പണിയുമായി ഇപ്പോൾ ഈ നമ്മളുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഞാൻ തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണ്. ഇവിടെ ജർമ്മൻ ബാങ്ക് 2 പ്രധാനപ്പെട്ട റോഡുകൾ പണിയാൻ വേണ്ടി 600 കോടി രൂപ കൊടുത്തു. തൃശ്ശൂർ കുറ്റിപ്പുറം റോഡും അതുപോലെ തന്നെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡും. ആ റോഡിന് കൊടുത്ത 600 കോടി രൂപ എവിടെയാണ്?
ആ റോഡിന്റെ നിർമ്മാണം അവിടെ നിർത്തിപ്പോയിരിക്കുകയാണ്. അപ്പോൾ വിവിധങ്ങളായ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായ കിട്ടിയ പണം വകമാറ്റി ചെലവഴിച്ചതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടുത്തെ പ്രയോറിറ്റി പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രയോറിറ്റി സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് മാറി ഇവിടെയുള്ള സിവിൽ സപ്ലൈകോ ആയിരുന്നു സാധാരണക്കാരന്റെ ഒരു അഭയസ്ഥാനം. അതിനെ നിങ്ങൾ കുഴിച്ചുമൂടി എന്നതായിരുന്നു നമ്മൾ CPM-നോട് ചോദിച്ച ചോദ്യം. അതിനവർ പറയുന്ന ന്യായം കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ട് സിവിൽ സപ്ലൈകോയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, രണ്ടാം റൗണ്ടിൽ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയും. പക്ഷേ അനിൽ, എനിക്ക് ഒരു ചോദ്യം താങ്കളോടുണ്ട്. ഇന്നിപ്പോൾ ഭക്ഷ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്. ചിദംബരം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ചിദംബരം പറഞ്ഞു, എൻ്റെ കയ്യിൽ മാജിക് വാണ്ടൊന്നുമില്ല, മാജിക് വടികളൊന്നുമില്ല എൻ്റെ കയ്യിൽ ഈ വിലക്കയറ്റം നിയന്ത്രിച്ചു നിർത്താൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലെ നിലവിൽ സംസ്ഥാന സർക്കാരും പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ ഒരു മാജിക് വടിയില്ല, കേന്ദ്രം പണം തരുന്നില്ല, ഞങ്ങൾ എങ്ങനെ പണം കൊടുക്കും? ഇത് നിങ്ങൾ കേൾക്കാതെ നിങ്ങൾക്ക് ആ അവസരം മുതലെടുത്ത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. തമിഴ്നാട്ടിനേക്കാൾ, കർണാടകയേക്കാൾ, ആന്ധ്രാപ്രദേശിനേക്കാൾ, തെലങ്കാനയേക്കാൾ വിലക്കുറവുള്ളത് കേരളത്തിലാണ്. അത് നിങ്ങൾ മറച്ചു വയ്ക്കുന്നു. അല്ല, വിലക്കുറവ് എന്ന് പറയുന്നത് സംഖ്യയുടെ കാര്യത്തിലല്ല. ഇവിടെ അരുൺ പറഞ്ഞ തക്കാളിയുടെ വില 60 രൂപയാണെങ്കിൽ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ മാർക്കറ്റിൽ ഇന്ന് തക്കാളി കൊണ്ടുപോയി കൊടുക്കുന്നത് 45 രൂപയ്ക്കാണ്. ആ 45 രൂപയുടെ തക്കാളിയുടെ വിലവർധന അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും 50ഉം 52 രൂപയിലേക്കും മാറുമ്പോൾ ശതമാനക്കണക്കും ഇവിടെ 50 രൂപയിൽ നിന്ന് 60 രൂപയിലേക്ക് ഉണ്ടാകുന്ന ശതമാനക്കണക്ക് വെച്ചത് പറയല്ലേ. രണ്ടാമത്തെ കാര്യം ഞാൻ കൃത്യമായ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് പദ്ധതിക്ക് പുറമെ ആക്ട് നിലനിൽക്കുന്നുണ്ട്. ഭക്ഷ്യ സുരക്ഷാ ആക്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കേന്ദ്രത്തെ തരുന്നില്ല എന്നുള്ളതല്ല, നമ്മുടെ അവകാശമാണ്. നിയമം മൂലം ഈ രാജ്യത്തുണ്ടാക്കിയ ഭക്ഷ്യ സുരക്ഷാ നിയമം നടപ്പിലാക്കുന്ന രാജ്യത്ത് അത് വാങ്ങുന്ന കാര്യത്തിൽ, വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിന് പ്രതിപക്ഷത്തെ കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. താങ്കൾക്ക് പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം അഡ്വക്കേറ്റ് ജയസൂര്യൻ. അതിനു മുമ്പ് അനിലക്കര, നിങ്ങളായിരുന്നെങ്കിൽ ഇതിന്റെ പ്രയോറിറ്റി എങ്ങനെ ഫിക്സ് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ ഇത്രയും പണമേ ഉള്ളൂ. കേന്ദ്രം നിങ്ങൾക്ക് 12,500 വെട്ടിക്കുറച്ചു. 19,000 കോടി രൂപ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടം വരുന്നുവെന്ന് കരുതുക. 47,000 കോടിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യും? അതൊന്ന് പറയൂ. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ബി ഉണ്ടോ? നിങ്ങളുടെ കയ്യിലും പ്ലാൻ ബി ഒന്നും ഇല്ലല്ലോ. ഇതേപോലെ പണം കിട്ടുമ്പോഴല്ലേ അത് സാധ്യമാക്കുക. തെറ്റിദ്ധാരണയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കണം. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആയിരുന്ന കാലഘട്ടങ്ങളിൽ വിലക്കയറ്റം ഉണ്ടായ സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇടപെട്ടിരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കണം. അത് മാർക്കറ്റ് ഈ പറയുന്ന പൊതുവിതരണ സമ്പ്രദായത്തിൽ മാത്രമല്ല, ആളുകളുടെ കയ്യിലേക്ക് കൂടുതലായി പണം എത്തണം. ആ ആളുകളുടെ കയ്യിലേക്ക് കൂടുതലായി പണം എത്താൻ വേണ്ടിയാണ് രാജ്യത്ത് ദേശീയ മനുഷ്യർക്ക് 16 മാസത്തെ പെൻഷൻ കൊടുക്കാതെ പോയ സർക്കാരല്ലേ ഉമ്മൻചാണ്ടി സർക്കാർ? തെറ്റാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കുന്ന വിഷയമല്ല. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ കാര്യം. ഞാൻ 2000 മുതൽ 2010 വരെ ഒരു പഞ്ചായത്തിൽ ജനപ്രതിയായിരുന്ന ആളാണ്. ഞാൻ എൻ്റെ പഞ്ചായത്തിൽ ചെല്ലുന്ന സമയത്ത് 110 പേർക്കാണ് അവിടെ വാർദ്ധക്യകാല പെൻഷൻ കൊടുത്തിരുന്നത്. ഉമ്മൻചാണ്ടി ആ പെൻഷൻ 2400 ആളുകൾക്കാക്കി. 125 രൂപ പെൻഷൻ കൊടുത്തിരുന്നത് 600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ആ പെൻഷൻ യഥാവധി പോസ്റ്റ് ഓഫീസ് വഴി മാറ്റിയപ്പോൾ അന്നത്തെ പോസ്റ്റ് ഓഫീസുകളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയത്. ആ പോസ്റ്റ് ഓഫീസിൽ നിന്നുണ്ടായ സാങ്കേതികമായ തകരാറാണ് ആ പെൻഷൻ മുടങ്ങാനുണ്ടായ കാരണം. 125 രൂപയിൽ നിന്നും 600 രൂപയ്ക്ക് മാറ്റിയ ഉമ്മൻചാണ്ടി ആ പെൻഷൻ മുഴുവൻ പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ ആ പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യാനുള്ള സാങ്കേതികമായ വിഷയമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയത്. ഒരു തർക്കകാര്യത്തിലില്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ വരാം. എനിക്ക് അൽകുമാറിന്റെ മറുപടി വേണം ഈ ഘട്ടത്തിൽ. അതിനു മുമ്പ് BJP പ്രതിനിധിയിലേക്ക് കൂടി ഒന്ന് പോകാം. അഡ്വക്കേറ്റ് ജയസൂര്യൻ, നോക്കൂ, എല്ലാ ആരോപണങ്ങളും കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് നേരെയാണ് തിരിക്കുന്നത്. നിങ്ങൾ പണം കൊടുക്കുന്നില്ല, നിങ്ങളുടെ വിഹിതം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ക് നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ UGC ശമ്പള പരിഷ്കരണം ഇങ്ങോട്ട് തുടങ്ങി. ഞാൻ മൊത്തം വായിക്കുന്നില്ല, സമയം ഒരുപാടെടുക്കും. 750 കോടി രൂപയാണ്. നഗരവികസന ഗ്രാന്റ് 700 കോടിയാണ്. ദുരിതാശ്വാസ സഹായം 138 കോടിയാണ്. കിഫ്ബി പൊതു കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയത് മൂലം 12,500 കോടിയാണ്. കടമെടുപ്പിലുണ്ടായ കുറവ് 19,000 കോടിയാണ്. ഗ്രാന്റുകളിൽ 13,000 കോടി രൂപയാണ്. സർ, കേരളം എവിടെ നിന്ന് എടുത്തു വെച്ച് കൊടുക്കണം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് അഡ്വക്കേറ്റ് ജയസൂര്യൻ? വളരെ വ്യക്തമായിട്ട് പറയാം. കേരളം സ്വന്തമായി ധനം സ്വരൂപിക്കാനുള്ള പദ്ധതികളിലേക്ക് മാറണം.
കേരളത്തിന്റെ ഒരേ ഒരു വരുമാന മാർഗം കേന്ദ്രം കടം തരണം, വേറെ യാതൊരു വരുമാന മാർഗവും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നതിന് യാതൊരു നാണവും മാനവും ഇല്ലാത്ത ഒരു സർക്കാർ. ആ സർക്കാർ ഇവിടെ നെല്ല് സംഭരണത്തിന് വേണ്ടി പണം തരുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ MP സുരേഷ് കൊടിക്കുന്നിൽ പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് നെല്ല് സംഭരണത്തിന്റെ പണം കേന്ദ്രം തരാത്ത ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞ മറുപടി ഇതാണ്: കഴിഞ്ഞ 6 വർഷക്കാലമായി അങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്ന പണത്തിന്റെ കണക്ക് ചോദിച്ചു, അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, എത്ര പണം ആർക്ക് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു കണക്കുമില്ല. 6 വർഷക്കാലം ഇതേ ഗവൺമെന്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ സംബന്ധിച്ച് കണക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് എന്ന് അന്ന് സമ്മതിക്കേണ്ടി വന്നു. ഒരു നിമിഷം അനിൽകുമാർ, ഇത് വാസ്തവമാണോ? നെൽ കർഷകരെ സംസ്ഥാന സർക്കാർ കബളിപ്പിക്കുകയാണോ കേന്ദ്ര സർക്കാരിന്റെ പേര് പറഞ്ഞു? ഒന്ന്, ബഹുമാനപ്പെട്ട ജയസൂര്യൻ പറഞ്ഞ ഏറ്റവും വലിയ വിഡ്ഢിത്തരം എന്താണെന്നറിയോ? വിഡ്ഢിത്തരം നീ വാക്ക് പറയുന്നത് ബഹുമാനം ഇല്ലാഞ്ഞിട്ടല്ല. കേന്ദ്ര സർക്കാർ ഒരു വെള്ളി രൂപ കേരളത്തിന് കടം തരുന്നില്ല. കേന്ദ്ര സർക്കാർ കടമെടുത്ത് തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ധന ഉത്തരവാദിത്വ നിയമം അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും അവരുടെ GDPയുടെ 3% കടമെടുക്കാൻ അവകാശമുണ്ട്. ആ അവകാശത്തിന് മേൽ കത്രിക വെക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് കേന്ദ്രം കടമെടുത്ത് തരുന്ന പ്രശ്നം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഇല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. ജയസൂര്യൻ പറഞ്ഞത് നെൽകർഷകരുടെ കാര്യത്തിലുള്ള കുടിശ്ശിക 6 വർഷമായിട്ട് നിങ്ങൾ കണക്ക് കൊടുത്തിട്ടില്ല എന്നതാണ് പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അവിടെയാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. ഒരു 789 കോടി രൂപ കഴിഞ്ഞ ഫെബ്രുവരി മാസം തന്നായിരുന്നു. അന്നേരം കേന്ദ്ര സർക്കാർ പറഞ്ഞു, കേരളത്തിൻ്റെ വാദമാണ് ശരി, ഞങ്ങൾ നേരത്തെ തന്നെ കണക്ക് കൊടുത്തിരുന്നു, കൊടുത്ത കണക്ക് സംബന്ധിച്ച് കേന്ദ്രം ഉന്നയിച്ച എല്ലാ തർക്കങ്ങളും തെറ്റായിരുന്നുവെന്ന് തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പണം ഫെബ്രുവരി മാസത്തിൽ 789 കോടി രൂപ നൽകുകയും ചെയ്തതായി റിപ്പോർട്ടർ ചാനൽ തന്നെ ആ വാർത്തയൊന്ന് കൊടുത്തിരുന്നു. ഞാൻ ചോദിച്ചതാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ ഉന്നയിച്ച ചോദ്യത്തിലുള്ള മറുപടിയാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ മറുപടി കേട്ടല്ലോ. ആ വാദം നിൽക്കും. അതായത് കേന്ദ്രത്തിന് മുമ്പിൽ കൃത്യമായ കണക്ക് കൊടുത്തപ്പോഴാണ് കേന്ദ്രം ആ പണം അനുവദിച്ചത്. ഇത് പാർലമെന്റ് രേഖയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞ വാർത്തയല്ല. ഇന്ത്യൻ പാർലമെന്റിൽ സുരേഷ് കൊടിക്കുന്നിൽ എംപിക്ക് എഴുതി കൊടുത്ത മറുപടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വസ്തുതകളെ ചലഞ്ച് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇവിടെ വന്നതാണല്ലോ, പാർലമെന്റ് പറഞ്ഞ കാര്യമാണല്ലോ. അപ്പൊ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം 12,500 പറയുമ്പോൾ ബജറ്റിന് പുറത്ത് കടമെടുക്കാനുള്ള അവകാശം കേരളത്തിനില്ല, ഒരു സംസ്ഥാനത്തിനുമില്ല. അതൊരു തട്ടിപ്പാണ് എന്ന് കേന്ദ്രം തെളിയിച്ചു കഴിഞ്ഞതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ധനകാര്യ കമ്മീഷൻ കൃത്യമായി പാസാക്കിയ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കാമെന്ന് ഉറപ്പിച്ചതിന് ശേഷം കിഫ്ബിയുടേതടക്കമുള്ള കടമെടുപ്പ് പരിധി പൊതുകടത്തിൽ ഉൾപ്പെടുത്തി 12,500 കോടി രൂപ കുറവ് വരുത്തിയില്ലേ? അത് ശരിയാണോ? ഇനി അത് പോട്ടെ, അതിന് നിങ്ങൾ 2016 മുതലുള്ള പിൻകാല പ്രാബല്യം കൊടുത്തു. ഇവിടെ പട്ടിണി കിടക്കുന്ന മനുഷ്യന് കിഫ്ബിയുടെ അടിസ്ഥാനത്തിൽ അവന് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാനും അവന് നല്ല നിരത്തുകൾ ഉണ്ടാക്കാനും നല്ല സ്കൂളുകൾ ഉണ്ടാക്കാനും ആശുപത്രി ഉണ്ടാക്കാനും വേണ്ടി കിഫ്ബിയിലെ പണം ഉപയോഗിക്കുമ്പോൾ ആ പണം എടുത്തതിന്റെ പേരിൽ നിങ്ങൾ 2016 മുതൽ ഒരു സംസ്ഥാനത്തെ പീനലൈസ് ചെയ്യാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ. തീർച്ചയായിട്ടും ഞാനതിന് മറുപടി പറയാം, അനുവദിക്കണേ. 50,000 കോടി രൂപയുടെ വികസനം 5 വർഷം കൊണ്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞു വന്ന കിഫ്ബി 5 വർഷം കൊണ്ട് കേവലം 4,000 കോടി രൂപയുടെ പണിയാണ് പൂർത്തീകരിച്ചത്. അത് മാത്രമല്ല, കിഫ്ബി നിയമവിരുദ്ധമാണ്. അത് CAG കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. അതായത് കിഫ്ബിയുടെ പേര് പറഞ്ഞ് ബജറ്റ് വിഹിതത്തിന്റെ തുക വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യാജ നീക്കത്തെ കേന്ദ്രം നിയമപരമായിട്ടാണ് നേരിട്ടത്. അതിനെ തകർക്കാൻ പറ്റിയില്ലല്ലോ കേരളത്തിന്. അപ്പോൾ വളരെ പെട്ടെന്നുള്ള മറുപടി എനിക്ക് സാമ്പത്തിക വിദഗ്ധരിലേക്ക് പോകണമെങ്കിൽ ഇതിന് സ്പെസിഫിക് ആയ ചോദ്യമാണ് ജയസൂര്യൻ ഉന്നയിക്കുന്നത്. മറുപടി നിയമവിരുദ്ധം തന്നെയാണ്. കിഫ്ബി നിയമവിരുദ്ധം തന്നെയാണ്. കിഫ്ബിയുടെ കഥ പറഞ്ഞുകൊണ്ട് കേരളത്തെ പറ്റിക്കാൻ സാധ്യത. അപ്പൊ ഇത്തരം ധനകാര്യ താങ്കൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറുപടി എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം കിഫ്ബിയിൽ നിന്ന് ദേശീയപാതയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് 6,650 കോടി രൂപയാണ്. ഞാൻ പറയട്ടെ,
കിബിയിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ ഈ ദേശീയപാതയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് 6,650 കോടി രൂപ. 6,650 കോടി രൂപ കേന്ദ്രം എണ്ണി വാങ്ങിച്ച കിബിയിൽ നിന്നും ഇതുവരെ ചെലവ് 4,000. ഇതല്ലേ ബഹുമാനപ്പെട്ട ജയസൂര്യൻ പറയുന്നത്? അങ്ങക്ക് എന്ത് കണക്കാ അറിയാവുന്നത്? രണ്ടാമത്തെ കാര്യം, കിബി നിയമവിരുദ്ധമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ബഡ്ജറ്റുമായി ഞാൻ പറയാം. ഞാൻ പറയട്ടെ, ഞാൻ കൃത്യമായിട്ട് പറയുന്നു. കിബിയിൽ നിന്നും 6,650 കോടി രൂപ ദേശീയപാതയ്ക്ക് ചെലവ്. ഞാനൊന്ന് പറയട്ടെ സാർ, നിങ്ങൾ തടപെടാതെ. കിബിയിൽ നിന്നും ദേശീയപാതയ്ക്ക് 6,650 കോടി രൂപ ചെലവഴിച്ച് കഴിഞ്ഞു എന്ന്. 6,650 കോടി രൂപ ദേശീയപാതയ്ക്ക്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് കിബിയുടെ ആകെ ചെലവ് 4,000 കോടി ഉള്ളെന്ന്. സത്യമല്ല. കിബിയിൽ നിന്നും ഇതുവരെ 17,000 കോടി രൂപയോളം ചെലവഴിച്ച് കഴിഞ്ഞു. 36,000 കോടി രൂപയുടെ പദ്ധതികൾ ഓൺഗോയിങ് ആണ്. ഇന്നലെ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ സത്യസന്ധമായി കണക്ക് വച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങളിവിടെ പറയുന്നു കിബി നിയമവിരുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ദേശീയപാത അതോറിറ്റിയോ? ദേശീയപാത അതോറിറ്റി മസാല കൊണ്ട് വാങ്ങിച്ചു. ദേശീയപാത അതോറിറ്റി കടം വാങ്ങുന്നത്, ലക്ഷക്കണക്കിന് കടം വാങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ബഡ്ജറ്റ്. സാങ്കേതികമായ പ്രശ്നമുണ്ട്. നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ചുമലിൽ ചാരിയാണ് ഈ കടം വാങ്ങുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ചുമലിൽ ചാരിയാണ് ഈ കടം വാങ്ങുന്നത്. അല്ലല്ല, ഒരിക്കലുമില്ല. അവിടെ അരുൺകുമാറിന് തെറ്റി. ഞാൻ ഭരണഘടനയുടെ വകുപ്പെടുത്ത് ഉദ്ധരിക്കുകയാണ്. അരുൺകുമാറിന് തെറ്റി. അരുൺകുമാർ ഇന്ന് ഈ കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ ഒരു ഭരണഘടനാ വിദഗ്ധനായ മാധ്യമ പ്രവർത്തകനാണ്. അങ്ങേക്ക് തെറ്റി എവിടെയാണെന്നറിയോ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്സ് രണ്ടും രണ്ടാണ്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്തിന് ഭരണഘടനാ പ്രകാരം ഒറ്റ കണക്കില്ല. എന്നാൽ 2018 കേന്ദ്ര സർക്കാർ സെക്ഷൻ 4 ധന ഉത്തരവാദിത്വ നിയമത്തിന്റെ 4 ഒരു ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതിയാണ് തർക്കപ്രശ്നം. ആ ഭേദഗതി എന്താ പറയുന്നത്? കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ആകെ കടം, ജനറൽ ഗവൺമെന്റ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 60% GDP-യുടേത്. ഇത് 2018 കൊണ്ടുവന്ന പുതിയൊരു കാര്യമാണ്. എന്തിനു വേണ്ടി? ഞങ്ങൾ കേന്ദ്രം ഇഷ്ടം പോലെ കടമെടുത്തോളാം. ഞങ്ങൾ ആരംഭിച്ചപ്പോൾ 55 ലക്ഷം കോടി, മോദി ഇപ്പോൾ 168 ലക്ഷം കോടി രൂപയായി മാറി. നിർമ്മല സീതാരാമൻ ഒരു വർഷം എടുക്കുന്ന കടം 15 ലക്ഷം കോടി. കേരളം കടമെടുക്കാൻ 30,000 കോടിക്ക് സമ്മതമില്ല. ഇതാണ് കേന്ദ്രം. അതുകൊണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് രണ്ടും രണ്ടായിരിക്കെ ഇത് ഒരുമിച്ച് കേന്ദ്രത്തിന്റെ ബാധ്യതയിലല്ല കടം. 293 രണ്ടാം ഉപവകുപ്പിനകത്ത് കേന്ദ്രം ഒരു കടം തന്നിട്ടുണ്ടെങ്കിൽ ആ കടം തിരിച്ചു പിടിക്കുന്നതിന് വ്യവസ്ഥ വെക്കാമെന്നല്ലാതെ സംസ്ഥാനത്തിന്റെ കടബാധ്യതയ്ക്ക് മേൽ കേന്ദ്രത്തിന് ഇടപെടാൻ അധികാരമേ ഇല്ല. അതാണ് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കാൻ ഒരു പോയിന്റ് പറയാനുണ്ട്. ഒന്ന് വളരെ പെട്ടെന്ന് പറയാമോ? എനിക്കൊന്ന് വിദഗ്ധരിലേക്ക് കൂടി ഒന്ന് പോകണം. പറഞ്ഞോളൂ അല്ലെങ്കില. അല്ല, ഇത് കിഫ്ബി നിയമവിരുദ്ധമാണ് എന്നുള്ളത് ജയസൂര്യയുടെ വാദം തെറ്റാണ്. കാരണം കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി കേരള ഇൻഫ്രാ ഫണ്ട് ബോർഡ് ഉണ്ടാക്കിയത് ശ്രീ കെ ശങ്കരനാരായണൻ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അല്ലാതെ തോമസ് ഐസക് ഉണ്ടാക്കിയ സംഭവമല്ല. അത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിൻ്റെ ഫംഗ്ഷനിലേക്ക് വന്നത് 1ാം പിണറായി ഗവൺമെൻറ് കാലത്താണ്. ആ കിഫ്ബിക്ക് ഞങ്ങളെതിരല്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ബഡ്ജറ്റിനകത്ത് കിഫ്ബിയെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. കിഫ്ബി നിയമവിരുദ്ധമാണ് എന്ന വാദത്തോട് ചോദിക്കാൻ കഴിയില്ല. അത് LDF സർക്കാരിൻ്റെ സൃഷ്ടിയല്ല. ഒരു നിമിഷം ഞാൻ ഒന്ന് സാമ്പത്തിക വിദഗ്ധരിലേക്ക് കൂടി പോയിട്ട് വരാം. ശ്രീ ജോർജ് ജോസഫ്, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് താങ്കളിലേക്ക് എത്താൻ വൈകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ഇന്ന് പ്രതിപക്ഷം ആഞ്ഞടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ ഒരു ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പരാജയമാണോ ഈ വിലക്കയറ്റത്തിന് കാരണം? ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളുടെ പ്രതിനിധികൾ ഗുണ്ടൽപേട്ടിൽ പോയി, മൈസൂരിൽ പോയി, കേരളത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ പച്ചക്കറി വില അന്വേഷിച്ചു. അവിടെയും പച്ചക്കറി വില ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ട്രോളിംഗ് നിരോധനമുള്ള സമയമാണ്, സ്വാഭാവികമായും മത്സ്യത്തിന് വില കൂടും. അപ്പോൾ ഇതൊരു താൽക്കാലികമായ പ്രതിഭാസമാണ് എന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുന്നത്. പ്രഥമ ദൃഷ്ട്യാ അതാണ് ബോധ്യപ്പെടുന്നതെങ്കിലും പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന് മാർക്കറ്റിലേക്ക് പണമെത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇതെത്ര കാലം തുടരും? ഇതൊരു ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ സൃഷ്ടിയാണോ ജോർജ് ജോസഫ്? അല്ല അരുൺകുമാർ, ഞാനിവിടെ 3 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും സംസാരിക്കുന്നത് വളരെ കൗതുകപൂർവ്വം ശ്രദ്ധിക്കുകയായിരുന്നു. അതിനകത്ത് 2 പാർട്ടികളുടെ, കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധികൾ ആവർത്തിച്ച് അവർ വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർ ഒരേ സമയം കേരള വിരുദ്ധർ തന്നെയാണെന്നാണ്. അതാണ് അതിനകത്ത് വരുന്ന കാതലായിട്ടുള്ള പ്രശ്നം.
അതായത് ഈ അരുൺകുമാർ കുറേ കണക്കുകൾ പറഞ്ഞു. അതായത് നെല്ല് സംഭരണത്തിന് കിട്ടാനുള്ളത്, ഉച്ചഭക്ഷണത്തിന് കിട്ടാനുള്ളത്, അങ്ങനെയുള്ള കണക്കുകൾ വായിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് കുറച്ച് വായിച്ചു. ഇത് കേരളത്തിന് കിട്ടേണ്ട എന്തോ ഔദാര്യം പോലെയാണ് BJPയുടെ പ്രതിനിധി സംസാരിക്കുന്നത്. അരുൺകുമാർ 2022-23 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ള ആദായ നികുതി എത്രയാണെന്നറിയാമോ? 24,000 കോടി രൂപയാണ്. 24,000 കോടി രൂപ ആദായ നികുതി ഇനത്തിൽ മാത്രം. ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല. നിർമ്മല സീതാരാമൻ എറണാകുളത്ത് ആദായ നികുതി വകുപ്പിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അവർ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ്. 24,000 കോടി രൂപ പിരിച്ചെടുത്തു. അപ്പോൾ ആദായ നികുതി എന്ന് പറയുന്ന ഒരു ഇനത്തിലൂടെ കേന്ദ്രത്തിലേക്ക് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നത് അത്രയുമാണ്. മറ്റിനങ്ങളുടെ കാര്യം ഡോക്ടർ അരുൺകുമാറിന് കൃത്യമായിട്ട് അറിയാം. എക്സൈസ് ഡ്യൂട്ടിയും കയറ്റുമതി തീരുവയും മറ്റു കാര്യങ്ങളും കേന്ദ്ര നികുതികളും ഒക്കെ അടക്കം എത്ര കോടാനുകോടി രൂപ പോകുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ പാക്കേജ്, ഇപ്പോൾ കേരളത്തിന് വേണ്ടിയിട്ട് അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തുള്ള പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിൽ ഡോക്ടർ KN ബാലഗോപാൽ പറഞ്ഞിരിക്കുന്ന പാക്കേജ് 24,000 കോടി രൂപയാണ്. അപ്പോൾ ആ 24,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്നത് ഒരു റഫ് എസ്റ്റിമേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ 70,000-75,000 കോടി രൂപയാണ്. അപ്പോൾ അതിൽ നിന്നാണ് മുടന്തൻ ന്യായങ്ങൾ നിരത്തുന്നു. ഞങ്ങൾക്ക് ആ പേപ്പർ കിട്ടിയില്ല, ഈ പേപ്പർ കിട്ടിയില്ല. നേരത്തെ അനിൽകുമാർ ചോദിച്ചതുപോലെ ഒരു കൃത്യമായൊരു കാര്യമല്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് സെറ്റിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 3,000 കോടി രൂപ തരാനുണ്ടെങ്കിൽ അതിൽ ഏകദേശം 3,000 കോടി രൂപ വരുന്നുണ്ടെങ്കിൽ അതിൽ 1,000-1,500 കോടി രൂപ അഡ്വാൻസ് ചെയ്യണതിന് എന്താ തെറ്റ്? അങ്ങനെ എന്താ ചിന്തിക്കാത്തത്? അപ്പോൾ ഇത്രമാത്രം കേരള വിരുദ്ധത പറയേണ്ട കാര്യമുണ്ടോ? കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ്. പിന്നെ എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്നു. കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയല്ലേ? അപ്പോൾ കിട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേരളം വാദിക്കണ്ടേ? പിന്നെ അരുൺകുമാർ ഒരു കാര്യം, അരുൺകുമാർ തന്നെ വാർത്തയുടെ ആരംഭത്തിൽ പറഞ്ഞു 5.4% കേരളത്തിൻ്റെ റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്ക്. കഴിഞ്ഞ മാസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കേന്ദ്രത്തിൽ ദേശീയ തലത്തിൽ 6% മുകളിലാണ്. 6.1% തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കാര്യങ്ങളിലൂടെ പറഞ്ഞു. അവിടുത്തെ നമ്മൾ വിലയെടുക്കുമ്പോൾ കേരളം ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റാണ്, ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. 90 ഇപ്പോൾ നെല്ലിൻ്റെ കാര്യം പറഞ്ഞു. കേരളം ഉൽപ്പാദിപ്പിക്കുന്നത് 15% നെല്ലാണ് മൊത്തം ആവശ്യത്തിൻ്റെ. ബാക്കിയുള്ള 85% കേരളത്തിന് പുറത്തു നിന്ന് വരണം. അപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള, പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, ഈ മൺസൂൺ കാലത്ത് പച്ചക്കറി ഇനങ്ങളുടെയും പഴവർഗ്ഗങ്ങളുടെയൊക്കെ വില ഉയരുന്നത് സ്വാഭാവികമാണ്. നേരത്തെ ഒരു കാര്യം അനിൽകുമാർ പറഞ്ഞു, 130 രൂപയാണ് 1 കിലോ മുരിങ്ങക്കായുടെ വില എന്ന് പറഞ്ഞു. അത് 300 രൂപ എത്തിയ കാലഘട്ടമുണ്ട്, ഓർമ്മയില്ലേ? അതുപോലെ തന്നെ 1 കിലോ സവാളയുടെ വില ഇപ്പം 40 രൂപ റേഞ്ചിൽ തന്നെ, 40-45 രൂപ റേഞ്ചിൽ തന്നെയാണ്. അത് 100 രൂപയ്ക്ക് മുകളിലെത്തിയ കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഉൽപ്പാദന മേഖലയിലുണ്ടാകുന്ന ക്ഷീണത്തിൻ്റെയും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും തളർച്ചയുടെയും സംസ്ഥാന സർക്കാരിലെ ന്യായീകരിക്കുകയല്ല, സിവിൽ സപ്ലൈസ് വകുപ്പ് ഇത്രമേൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. സിവിൽ സപ്ലൈകോ വകുപ്പ് GR അനിൽ പറയുന്ന കാര്യമുണ്ട്. 11 കോടി രൂപ കച്ചവടം നടത്തിയിരുന്ന സിവിൽ സപ്ലൈകോ വകുപ്പിന് ഇപ്പോൾ 3-4 കോടി രൂപ മാത്രമേ കച്ചവടം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവിടെയുള്ള ജീവനക്കാർക്ക് ഇപ്പോൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പണം കൊടുക്കുന്ന അവസ്ഥയാണ്. 4,500 രൂപയൊക്കെയാണ് സിവിൽ സപ്ലൈകോ, അത് തന്നെ കുടിശ്ശികയായിട്ടാണ് കൊടുക്കുന്നത്. അതിലേക്കാണ് അരുൺകുമാർ ഞാൻ വരുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളിലെ ഇടപെടലുകളിലുണ്ടായിട്ടുള്ള അമാന്തവും പോരായ്മകളും തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. കാരണം ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ പോലുള്ളൊരു കാര്യത്തിനെ ഏറ്റവും ഒരു പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇപ്പോൾ ഇന്ന് തന്നെ ഒരു ധനമന്ത്രിയുടെ പ്രസ്താവന 30 കോടി രൂപ കൂടി KSRTCക്ക് കൊടുത്തു, ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി. ഈ മാസം ഇതുവരെ 50 കോടി രൂപ എടുത്തു കളഞ്ഞു. ആകെ 5,157 കോടി രൂപ KSRTCക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അതിനേക്കാൾ ഗംഭീരമായ രീതിയിൽ, അതിനേക്കാൾ മുൻഗണനയോടുകൂടി, അതിനേക്കാൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ കാണേണ്ടതുണ്ട്. കാരണം അത് എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെയാണ് പാർട്ടി കഴിഞ്ഞ തവണ പരാജയം വിലയിരുത്തിയപ്പോൾ സംസ്ഥാന സർക്കാർ മുൻഗണന ക്രമീകരിക്കണം എന്ന് പറഞ്ഞത്. അനിൽകുമാറിന്റെ ശ്രദ്ധയിലേക്ക്. അനിൽകുമാർ, നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ഈ മുൻഗണനയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഈ സർക്കാർ കേൾക്കാതെ പോകുന്നു എന്ന് പറയുന്നത് ഈ മുൻഗണന നമുക്ക് പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ? സിവിൽ സപ്ലൈകോയിൽ ഒഴിഞ്ഞുകിടക്കുന്ന റാക്കുകൾ എന്തിൻ്റെ ചിഹ്നമാണ്? നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റം പറഞ്ഞോളൂ സാർ, പക്ഷെ അപ്പോഴും ഒരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യണ്ടേ?
സാറിന് അറിയാമോ, അങ്ങ് ഒരുപക്ഷെ സിവിൽ സപ്ലൈകോയിൽ പോകുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഈ സിവിൽ സപ്ലൈകോയിൽ വന്നിട്ട് മാസങ്ങളായി സാർ. അവശ്യ സാധനങ്ങൾ സിവിൽ സപ്ലൈകോയിൽ എത്തിയിട്ടില്ല, എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. 11 കോടി വിറ്റുവരവുണ്ടായിരുന്ന സ്ഥാപനം 2-3 കോടിയിലേക്കാണ്. അപ്പോൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഗവേണൻസിൽ കാതലായ പ്രശ്നമുണ്ട്. വിലക്കയറ്റത്തിൽ നട്ടം തിരിയുമോ, നയാ പൈസയില്ലേ സർക്കാരിൻ്റെ കയ്യിലെന്നാണ് ചോദ്യം. കോൺഗ്രസ് പ്രതിനിധി അനിൽ അക്കരെ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ജയസൂര്യൻ, CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, എക്കണോമിസ്റ്റ് ജോർജ് ജോസഫ് എന്നിവരാണ് നമുക്കൊപ്പം. അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിന് മറുപടി നൽകുന്നതിനോടൊപ്പം സിവിൽ സപ്ലൈകോയുടെ കാര്യത്തിലുള്ള പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ ഈ സർക്കാർ പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഇന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുന്ന കണക്കിതാണ്, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ധനവകുപ്പിൽ നിന്ന് 2250 കോടി രൂപ കടമാണ് സിവിൽ സപ്ലൈകോയ്ക്ക്. അപ്പോൾ പ്രയോറിറ്റി എവിടെയാണ്? എന്നിട്ട് ആ സിവിൽ സപ്ലൈകോയുടെ 50ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് സർക്കാർ. പട്ടിണി കിടക്കുന്ന ഒരു സിവിൽ സപ്ലൈകോയുടെ ആഘോഷം നടത്തിയിട്ട് എന്ത് കാര്യം സാർ? സിവിൽ സപ്ലൈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ചത് ഏതാണ്ട് 7.5 കൊല്ലക്കാലവും കേരളം അംഗീകരിച്ച കാര്യമാണ്. 5 കൊല്ലത്തേക്ക് നിത്യോപയോഗ സാധനങ്ങളിൽ ഒരു 13 കൂട്ടത്തിൻ്റെ വില വർദ്ധിക്കില്ല എന്ന കാര്യം ഞങ്ങൾ പാലിച്ചു. 5 കൊല്ലത്തേക്കായിരുന്നു. അത് 2.5 കൊല്ലം കൂടെ അതുപോലെ പാലിക്കാൻ LDFന് കഴിഞ്ഞു. പക്ഷെ പലപ്പോഴും യഥാർത്ഥത്തിൽ ഉണ്ടായ പ്രശ്നം പലപ്പോഴും ആ 13 സാധനങ്ങൾ പലതും സിവിൽ സപ്ലൈകോയിൽ കിട്ടിയിട്ടില്ല. അല്ലല്ല, 7.5 കൊല്ലം വരെ പാലിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം 8 കൊല്ലവും, അതെ 8 കൊല്ലവും 2 മാസമായി. അതായത് 8 മാസത്തെ കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു പാലിച്ചിട്ടില്ല. 7.5 കൊല്ലം ഞാൻ പാലിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 കൊല്ലം 2 മാസമായി. ഞാൻ സത്യവിരുദ്ധമായൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 7.5 കൊല്ലം പാലിച്ചു എന്നുള്ളത് സത്യമായിട്ട് ഉറച്ചു നിൽക്കുന്നു. എന്നാൽ എന്ത് പ്രശ്നം പറ്റി? ബഹുമാനപ്പെട്ട അരുൺകുമാറിന് അറിയാം, ബഡ്ജറ്റ് എപ്പോഴാണ് പാസ്സാക്കുന്നത്? ഫെബ്രുവരി മാസത്തിൽ. നിങ്ങൾ ഫെബ്രുവരി മാസത്തിലൊരു ബഡ്ജറ്റ് പാസ്സാക്കി, ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലുമായിട്ട് ഫൈനലായിട്ടത് നടപ്പാക്കി കഴിഞ്ഞു. ഇപ്പോൾ അതാ കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റ് പാസ്സായി. ഈ ബഡ്ജറ്റ് പാസ്സായി കഴിയുമ്പോഴാണ് കേന്ദ്ര സർക്കാർ പുതിയ കട്ടിങ് ഏർപ്പെടുന്നത്. ബഹുമാനപ്പെട്ട അരുൺകുമാർ ചൂണ്ടിക്കാണിച്ച പോലെ 2016 മുതൽ കിബിക്ക് വേണ്ടി എടുത്ത വായ്പകളെല്ലാം കൂടെ കണക്കാക്കിയിട്ട് ഇത്ര കോടി രൂപ നിങ്ങളുടെ കടമെടുക്കാനുള്ള നിങ്ങളുടെ അവകാശത്തിൽ റദ്ദു ചെയ്താൽ സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് എന്താണ്? 1,86,000 കോടി രൂപയുടെ ബഡ്ജറ്റ്. ആ 1,86,000 കോടി രൂപയുടെ ബഡ്ജറ്റിൽ നമ്മൾ എത്ര നിരങ്ങിയെത്തിയാലും ഒരു 20,000 കോടി രൂപയുടെ ഗ്യാപ്പ് വന്നാൽ ആ 20,000 കോടി എവിടെ ചെന്ന് കൊള്ളും? സർക്കാർ ജീവനക്കാരുടെ DAയിൽ ചെന്ന് കൊള്ളും. ഇപ്പോൾ 5 ഗഡു പെൻഷൻ 4 കൊല്ലമല്ല, 4 മാസമല്ല, 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. ഞങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ്. അങ്ങനെ 9,4,500 കോടി തന്നെ വേണം. സപ്ലൈകോയ്ക്ക് 2,000-2,500 കോടി രൂപ വേണം. യാതൊരു തർക്കമുള്ള കാര്യമല്ല. ഇതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ എല്ലാം കൂടെ കടമെടുത്താൽ ഒരു 20,000 കോടി രൂപയുടെ പ്രതിസന്ധിയെ കേരളത്തിലുള്ളൂ. നമ്മൾ സത്യസന്ധമായിട്ട് നോക്കൂ. ഇപ്പൊ ഏറ്റവും അവസാനം 20,000 കോടി രൂപയുടെ ബാധ്യതയെ സംസ്ഥാന സർക്കാരിനുള്ളൂ. പക്ഷെ അതിന്റെ ഇരകളെന്ന് പറയുന്നത് സാധാരണക്കാരല്ലേ? അങ്ങ് പറഞ്ഞ ഈ 20,000 കോടിയിലല്ലേ പെൻഷൻ? 62 ലക്ഷം മനുഷ്യർ ആ പെൻഷൻ ആശ്രയിച്ച് കഴിയുന്നവരല്ലേ? സിവിൽ സപ്ലൈകോയെ ആശ്രയിച്ച് കഴിയുന്നവരല്ലേ ബാക്കിയുള്ളവര്? അപ്പോൾ ഈ 20,000 കോടിയുടെ പ്രയോറിറ്റി അത് വേണ്ടേ? 1,86,000 കോടി ബഡ്ജറ്റുള്ള സംസ്ഥാന സർക്കാരിന് 2,650 കോടി രൂപ സിവിൽ സപ്ലൈകോയ്ക്ക് കൊടുക്കാൻ എന്താ പ്രശ്നം? അവിടെയാണ് പറയുന്നത്. നിങ്ങളൊരു ബഡ്ജറ്റിനകത്ത് വിഭാവന ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ വിഭാവന ചെയ്തതിൽ സർക്കാരിന് ഒഴിവാക്കാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ചെലവെന്താണ്? ശമ്പളവും പെൻഷനും. പിന്നെന്താ ഒഴിവാക്കാൻ പാടില്ലാത്ത ചെലവ്? തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു വരുമ്പോൾ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് ഈ മേഖലയാണ്. സ്ഥാപനത്തിനും കൊടുത്തിട്ടില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. തെറ്റാണ്. അല്ല, പൂർണ്ണമായി കൊടുത്തിട്ടില്ല. ഐ ചലഞ്ച്. ഞാൻ പറയട്ടെ, അത് കൃത്യമായിട്ട് കണക്കെൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ബഡ്ജറ്റിൻ്റെ 21% ഉള്ളൂ. ഇപ്പോൾ 28% ഉണ്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം തന്നെ 2 ഗഡു ഇപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ തവണ ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ ബില്ലും സ്പിൽ ഓവറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഗവൺമെൻറ് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ഞാൻ പറയുന്ന ഒരു കണക്ക് ഞാൻ പറയാം. കേരളത്തിൻ്റെ ധനക്കമ്മി 2.81 ആണ്. ചെയ്തു 2.81 ആണ് കേരളത്തിൻ്റെ ധനക്കമ്മി. രണ്ടാമത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആകെ കടമെത്രയാണ്? GDPയുടെ 33.09. ഇന്ത്യ സർക്കാരിൻ്റെ GDP എത്രയാണ്? GDPയുടെ എത്ര കോടിയ കടം? 50% മേലെയാണ്.
50% മേലെ കടമുള്ള കേന്ദ്രം പറയുകയാണ് കേരളത്തിൻ്റെ കടമെടുത്താൽ മുടിഞ്ഞു പോകും, നിങ്ങൾ ശ്രീലങ്കയാകും കേട്ടോ. അവിടെയാണ് നമ്മൾ പറയുന്നത് നിയമാനുസരണം. അതായത് കഴിഞ്ഞ 2-3 കൊല്ലങ്ങളിൽ നമുക്ക് അർഹതപ്പെട്ട കടം എടുത്തിട്ടില്ല. അർഹതപ്പെട്ട കടം എടുക്കാത്തതുകൊണ്ട് നിങ്ങൾ ഈ കിബിക്ക് വേണ്ടി വെട്ടിയ കാശ് അതോ അവിടെ അഡ്ജസ്റ്റ് ചെയ്താ. ഞങ്ങൾക്ക് പ്രളയം വന്നതല്ലേ. ഇപ്പം എന്താ കേരളം പാക്കേജ് ചോദിച്ചിരിക്കുന്നത്? പ്രളയം വന്നു, കോവിഡ് വന്നു, ഇതിനെല്ലാം പശ്ചാത്തലത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നു. മാത്രമല്ല നമ്മുടെ GST നടപ്പാക്കിയ ശേഷമുള്ള രണ്ടാമത്തെ കൊല്ലമാണ്. റവന്യൂ കമ്മി കിട്ടുന്നില്ല. ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ ഒരു ഔദാര്യം ചോദിക്കുന്നില്ല. ഞങ്ങൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, കേരളത്തിന് അതിൻ്റെ ഫൈനാൻസിനെ ഡിസൈൻ ചെയ്യാൻ ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് റൈറ്റ് ഉണ്ട്. ആ റൈറ്റിനകത്ത് കേന്ദ്രം പിന്നീട് ഇടപെടുന്നു. മുൻകൂർ ഇടപെട്ടാൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പിന്നീട് ഇടപെട്ടപ്പോഴാണ് ബാലൻസ് തെറ്റിയത്. പിൻകാല പ്രബല്യത്തോടു കൂടി 2016 മുതലുള്ള സാമ്പത്തിക അധിക ഭാരം സർക്കാരിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ കഴിയാതെ പോയത്. 2600 കോടി രൂപ സിവിൽ സപ്ലൈകോ നടക്കാതെ പോയത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നേരത്തെ കെ സി ജോസഫ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല 7460 കോടി രൂപയോ മറ്റുമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഗ്രാന്റ്. അത് ഏകദേശം പൂർണ്ണമായും കൊടുത്തു തീർത്തു. ബാക്കി സ്പിൽ ഓവറിൽ അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ആ 20,000 കോടിയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ സർക്കാരിന്. അനിലക്കലെ 20,000 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു ഉത്സവ പറമ്പിൽ PP വാങ്ങാൻ പോയ കാശിൻ്റെ കണക്ക് പറയുന്ന പോലെയാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ വളരെ ലാഘവത്തോട് ഇത് പറയുമ്പോൾ. ഇത് കാണുന്ന ആളുകൾ കഷ്ടം എന്ന് പറയാനേ കഴിയും. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 18-19 സീറ്റിലും പരാജയപ്പെട്ട ഒരു കക്ഷിയുടെ പ്രതിനിധി വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിൻ്റെ കൂടി താല്പര്യത്തിലാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ അനിൽകുമാർ സാർ ഇതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എരിയുന്ന വയറിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യത്തിന് വ്യത്യാസമില്ല. നിങ്ങൾ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചക്കഞ്ഞിയുടെ പണം കൊടുക്കുന്നുണ്ടോ? ഈ പറയുന്ന റേഷൻ കടകളിൽ ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ റേഷൻ കടയിൽ സാധാരണ രീതിയിലുള്ള സാധനങ്ങൾക്ക് വേണ്ടി എന്ത് സാധനമാണ് കിട്ടുന്നത്? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിങ്ങൾ 13 ഇനങ്ങളിൽ ഏത് സാധനമാണ് കിട്ടുന്നത്? ഇവിടെ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? മരുന്ന് കിട്ടാനുണ്ടോ? ക്യാൻസർ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? കാരുണ്യ പദ്ധതികൾ എവിടെയാണ് നടപ്പിലാക്കി പോകുന്നത്? അങ്ങനെ കേരളത്തിന്റെ സാധാരണക്കാരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റിയും ഇല്ല എന്നതിന്റെ പ്രധാനപ്പെട്ട അനിലക്കല ധനമന്ത്രിക്ക് ഹൃദ്രോഗം വരുമ്പോൾ പോലും അങ്ങനെ സംഭവിച്ചു പോയത് നിർഭാഗ്യകരമാണെങ്കിൽ പോലും കമ്മിറ്റികൾ പറഞ്ഞത് കഴിയുന്നില്ല. ഇവിടെ കേരളത്തിലെ 14 CPIയുടെ ജില്ലാ കമ്മിറ്റികൾ പറഞ്ഞത് ഒന്നുകിൽ ഈ മന്ത്രിമാരെ നിങ്ങൾ ഞെരുക്കുന്നു, അതല്ലെങ്കിൽ ഞങ്ങളുടെ മന്ത്രിമാർ കഴിവുകെട്ടവരാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ട സാഹചര്യത്തിലേക്ക് കേരളം വന്നത് ഈ ഗതികേടിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ഒന്ന് ജയസൂര്യനിലേക്ക് പോലും. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എപ്പോൾ ചർച്ച ചെയ്യുമ്പോഴും ഈ കേരളത്തിന്റെ വിഹിതം പറയും. അത് നേരത്തെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ വിശദീകരിക്കുക കൂടി ചെയ്തു. പക്ഷേ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് നേരത്തെ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ അഡ്വാൻസ് ആയിട്ട് കേന്ദ്രം പണം കൊടുത്താൽ എന്താ കുഴപ്പം? 24,000 കോടി രൂപ കേരളത്തിൽ നിന്ന് ആദായ നികുതിയായി പിരിച്ചുകൊണ്ടുപോകുന്ന കേന്ദ്ര സർക്കാരിന് കേരള സർക്കാർ ചോദിക്കുന്ന കടത്തിന്മേൽ എന്തിനാണ് കത്തിവയ്ക്കുന്നത്? അത് അഡ്വാൻസ് കൊടുത്തൂടെ? കേരളത്തിലെ ജനങ്ങളെ, നെൽകർഷകരെ ബുദ്ധിമുട്ടിച്ചിട്ട് കേരള സർക്കാരിനുള്ള രാഷ്ട്രീയ പ്രതികാരം വീട്ടണോ? അല്ലെ, കേന്ദ്രത്തിനെ കുറ്റം പറയുന്ന സമയത്ത് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു. കേന്ദ്രം ഇടപെടാത്ത, സംസ്ഥാനം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുന്നത്. പാവങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പെട്രോളിനും ഡീസലിനും അധികം സെസ് ഏർപ്പെടുത്തി പിരിച്ചെടുത്ത് വെച്ച തുക കേന്ദ്രം പിടിച്ചു പറിച്ചുകൊണ്ടൊന്നും പോയിട്ടില്ലല്ലോ. ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എന്നിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് കൊടുക്കാത്ത എന്തുകൊണ്ടാ? അതിനും ദയവായിട്ട് ഇനി കേന്ദ്രത്തെ കുറ്റം പറയരുത്. അതായത് ധനകാര്യ മിസ്മാനേജ്മെന്റ് ഇവിടെ ആർക്കാ കൊടുക്കുന്നത്? 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം, പെൻഷൻ പരിഷ്കരണം, ട്രേഡ് യൂണിയൻ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ കൊള്ളയ്ക്ക് കീഴിൽ പാവങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ടിട്ട് ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്നവർക്ക് ലക്ഷങ്ങളും കൂട്ടിക്കൊടുക്കല്ലേ? ഇതാണോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം? അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ 2.25 ലക്ഷം പേർക്ക് ഇവിടെ എയ്ഡഡ് മേഖലയിൽ ശമ്പളം കൊടുക്കുകയല്ലേ? വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഈ പരിപാടിയുണ്ടോ? അപ്പം മതപ്രീണനം, ജാതി പ്രീണനം, വോട്ട് ബാങ്ക് പ്രീണനം, അതുപോലെ ട്രേഡ് യൂണിയനുകളുടെ അടിമയായി നിൽക്കുന്ന ഒരു അടിമ സർക്കാർ, അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളം സാക്ഷരതയിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യണം. പാവങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച സെസ് അവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്ക്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസ് എടുത്തിട്ട് പാവങ്ങൾക്ക് പെൻഷൻ കൊടുത്തിട്ട് വാചകടിക്ക്.
അവിടെ കേന്ദ്രം ഒന്നും ഇടപെട്ടിട്ടില്ലല്ലോ, കേന്ദ്രം ഒന്നും തട്ടിപ്പറിച്ചു കൊണ്ട് പോയിട്ടില്ലല്ലോ. നിങ്ങൾ കേരളത്തിന് അർഹപ്പെട്ട വായ്പ കൊടുക്കൂ, ആ വായ്പയിൽ ഇത് ഇവര് മാനേജ് ചെയ്യും. നോക്കൂ, നിങ്ങളല്ലേ പറഞ്ഞത് കിഫ്ബി മസാല ബോണ്ട് അടയ്ക്കാൻ ശേഷിയില്ല സംസ്ഥാന സർക്കാരിൽ നിന്ന്. സംസ്ഥാന സർക്കാർ കിഫ്ബി മസാല ബോണ്ട് തിരിച്ചടച്ചു വായ്പ. താങ്കൾ അറിഞ്ഞോ അത്? അല്ലെങ്കിൽ അത് അറിഞ്ഞു, അതുകൊണ്ട് തന്നെയാണല്ലോ പറയുന്നത് ഈ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കി എന്തിനാണ് ബഡ്ജറ്റിന് പുറത്തേക്ക് പോയത്? ബഡ്ജറ്റിന് പുറത്തേക്ക് പോയി കേരളത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണതല്ല. ഞാൻ ജോർജ് ജോസഫ് ഒരൊറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാം. എന്താണ് ഇനി സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ള വഴി? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാളെ തക്കാളി വാങ്ങാനും മുരിങ്ങക്ക വാങ്ങാനും ഈ സിവിൽ സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോകാൻ അങ്ങനെ പോകാറില്ല എന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ പറയുന്നത്. കഷ്ടമാണ് കാര്യം. അവരുടെ മുന്നിൽ എന്താണ് ഇനി മുന്നിലുള്ള വഴി ജോർജ് ജോസഫ്? അല്ല, സംസ്ഥാന ഗവൺമെൻറ് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ തന്നെ നിഷേധാത്മകമായ സമീപനം, രാഷ്ട്രീയപരമായ നിഷേധാത്മക സമീപനം സ്വീകരിക്കുമെന്ന് മുൻകൂട്ടി വ്യക്തമായി കാണണം. അത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്ക് തനത് നികുതി വരുമാനം നേരത്തെ പറഞ്ഞു 60% വർദ്ധിച്ചിട്ടുണ്ട്. തനത് നികുതിയേതര വരുമാനത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒരു പുതിയ മാർഗം കണ്ടെത്താൻ കഴിയുക? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭാവനാത്മകമാകണം ഒരു സർക്കാർ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാനേജ്മെന്റ് കൊണ്ടുപോകാൻ കഴിയുക, ഭാവന സമ്പന്നമായി കൊണ്ടുപോവുക. ജോർജ് ജോസഫ്, താങ്ക് യു ശ്രീ ജോർജ് ജോസഫ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് ജയസൂര്യൻ, അനിലക്കരെ നമുക്കൊപ്പം ചേർന്നതിന്. എന്തായാലും തക്കാളിയുടെ വില ഉയർന്നു നിൽക്കുന്നു, മുരിങ്ങക്കയുടെ വില ഉയർന്നു നിൽക്കുന്നു, അവശ്യ സാധനങ്ങൾ സിവിൽ സപ്ലൈകോയിൽ കിട്ടാത്ത സാഹചര്യമുണ്ട്. സർക്കാരിൻ്റെ പ്രയോറിറ്റി ഈ മേഖലകളിലേക്ക് തിരിയേണ്ടതുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുകയും വേണം. Debate with Arun Kumar.